ഇന്ന് നമ്മളപ്പോൾ നോക്കാൻ പോകുന്ന കമ്പനി GAEL, ഗുജറാത്ത് അംബുജ എക്സ്പോർട്ട് ലിമിറ്റഡ് ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ എന്താ കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് എടുത്തിരിക്കുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ 2021 തൊട്ട് ഇത് അത്യാവശ്യം ബുള്ളിഷ് ആയിട്ടുള്ള തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ റിസൾട്ടൊക്കെ നോക്കി നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് നോക്കുക. കഴിഞ്ഞ 2-3 ക്വാർട്ടറിലായിട്ട് എങ്ങനെയാണ് ആ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നതെന്ന് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് വരാം. ചാർട്ടിൽ 1 വീക്ക് ടൈം ഫ്രെയിമിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നല്ലപോലെ ഒരു ബുള്ളിഷ് സ്ട്രക്ചറായിരുന്നു. അതിനുശേഷം ഈ ഒരു റീജിയനിൽ ഇതൊന്ന് കൺസോളിഡേറ്റ് ചെയ്തു കുറച്ച്. അതിനുശേഷം ഒരു പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിലിലൂടെ നോക്കാം. ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ എന്താ കാണുന്നത്? നമ്മുടെ ആ ഒരു റീജിയനിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 122 ആണ് എൻ്റെ എൻട്രി. താഴെ വരുമ്പോൾ എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക. ഈ ഒരു റേഞ്ച് ഒന്ന് എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ നമ്മൾ എന്തായാലും നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ താഴേക്കൊന്നും നിങ്ങൾ എന്തായാലും ഹോൾഡ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു സജഷൻ. നിങ്ങൾ നോക്കാം. അതേപോലെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് 117-ലാണ്. നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ച് വരെയൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 175 വരെയാണ് ഷോർട്ട് ടേമിലേക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിലോ അത് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ.